പിതാവിന് നമ്മുടെ ഈ ദേവാലയത്തിൽ ഇത്ര ധൈര്യം താണ്ടി ഉത്തർപ്രദേശിൽ നിന്ന് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി പേരേൽപ്പിക്കാനും പ്രാർത്ഥിക്കാനും വേണ്ടി എത്തിയിരിക്കുക പിതാവെ, മക്കൾക്കടുത്തുള്ള സ്നേഹത്തോടെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് അങ്ങേക്ക് ഏറ്റവും ഹൃദയമായ സ്വാഗതം. പരിശുദ്ധാവിയുടെയും വിശുദ്ധ അന്തോനീസിന്റെയും സംയുക്ത ദർശനത്തെ നാളിലെ ഈ പുണ്യ ദിവസത്തിൽ അങ്ങ് ഈ വിശുദ്ധ ബലിയർപ്പിക്കുമ്പോൾ തുടർന്നുള്ള ഓരോ നിമിഷത്തിൽ അത്ഭുതങ്ങളുടെ അമ്മയായ പരിശുദ്ധ ദൈവമാവുകയും അനുഗ്രഹങ്ങളുടെ പുണ്യവാളനായ വിശുദ്ധ അന്തോനീസ് അങ്ങയുടെ ഇടത്തും വലത്തുമായി ഉണ്ടായിരിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. മാതാവിൻ്റെയും അമലോത്ഭവ മാതാവിൻ്റെയും വിശുദ്ധ അന്തോണീസ് പുണ്യാളന്റെയും തിരുനാൾ ആഘോഷിക്കുകയാണ്. മഹോത്സവത്തിനായി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ എപ്രകാരം മാതാവ് നിർമ്മലയായിരുന്നുവോ വിശുദ്ധയായിരുന്നുവോ ഉത്ഭവത്തിൽ തന്നെ അവർ പരിശുദ്ധയായിരുന്നുവോ ദൈവം എങ്ങനെ അവരെ കാത്തുകൊണ്ടു അതിനെപ്പറ്റി വിചിന്തനം ചെയ്യുക, ചിന്തിക്കുക. അതോടുകൂടി നമ്മളും വിശുദ്ധരായി ജീവിക്കുവാനുള്ള ദൈവത്തിൻ്റെ ആഹ്വാനം നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഓരോ ക്രിസ്ത്യാനിയും പരിശുദ്ധമായ ജീവിതം നയിക്കുകയും നൈർമല്യമായ ഒരു ജീവിതം നയിക്കുകയും ദൈവത്തിന് ഏറ്റവും പ്രിയമാക്കളായി തീർന്നുകൊണ്ട്
ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുക. ഇങ്ങനെ മാതാവ് ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തി, ദൈവം സർവശക്തനായ ദൈവമേ വലിയ കാര്യങ്ങൾ ചെയ്തു, അവിടുത്തെ നാമം പ്രകീർത്തിക്കട്ടെ എന്ന് പറഞ്ഞ ആ നാവ് കൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും വിശുദ്ധി പകർന്നു തരുകയും ദൈവമക്കളെ പോലെ ദൈവത്തിൻ്റെ മുമ്പിൽ നീക്കുവാനുള്ള പരിശുദ്ധത കൈവരുവാനായിട്ട് നമ്മളെ ആഹ്വാനം ചെയ്യുകയുമാണ്. അതുകൊണ്ട് ഈ ഗോപുരീനാളിൻ്റെ അവസരത്തിൽ എല്ലാ മക്കളും ഇടവക മക്കളായ നിങ്ങൾക്ക് ഞാൻ നേരുന്നു. അതോടുകൂടി ഈ വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനാണ്, നിങ്ങൾക്ക് വേണ്ടി ഈ ദിവ്യബലി അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഓരോ ഉദ്ദേശത്തിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ പറയുന്നു, സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങേ പ്രിയമക്കളായ ഞങ്ങൾക്ക് ശാശ്വതമായ ശാരീരിക ആരോഗ്യം, മാനസികാനന്ദവും പ്രദാനം ചെയ്യണമേ. എല്ലാവരും മാതാവിന്റെ വിശുദ്ധതയിൽ നിന്ന് ധാരാളം പവിത്രമായ ജീവിതം നയിക്കുവാനും ലൗകിക വിഷമതകളിൽ നിന്ന് വിമുക്തരായി നിത്യസൗഭാഗ്യം പ്രാപിക്കുവാൻ പരിശുദ്ധമറിയത്തിന്റെയും വിശുദ്ധ പുണ്യാളന്റെയും മാധ്യസ്ഥങ്ങൾക്ക് സഹായകരമാകട്ടെ. അങ്ങയോടുകൂടി ജീവിക്കുവാൻ ഞങ്ങളുടെ കർത്താവും എഴുപത്തിലുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ദൈവമായ കർത്താവ് ലഭ്യപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച ആദ്യത്തെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, ലോകത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് വയൽ ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് എന്നോട് ആര് പറഞ്ഞു? ഇതിൽ നിന്ന് ഞാൻ കൽപ്പിച്ചിരിക്കുന്ന പഴം അണിയിക്കുന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂടുന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം അണിയിക്കുന്നു, ഞാൻ അകത്തിരുന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, വന്യമൃഗങ്ങളിലൂടെ ചതിക്കപ്പെട്ടതായിരിക്കും, നീ മണ്ണിൽ എഴുതി നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊട്ടിത്തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവരുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവളുടെ ജീവനുള്ളവരുടെയെല്ലാം മാതാവാണ്. ദൈവവചനമാണ് നാം കേട്ടത്.
ഞാൻ ഒരു പുതിയ കീർത്തനം ആലപിക്കുകയും അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു. സഹോദരരെ, സ്വർഗീയമായ എല്ലാ ആത്മീയവരങ്ങളും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെടാനാകട്ടെ. തന്റെ വിഭാഗിയെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തന്റെ പ്രിയപ്പെട്ടവരിലൂടെ നാം ചൊരിഞ്ഞ തന്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. തന്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പരിശുദ്ധി അനുസരിച്ച് അവരിൽ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവരുടെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. ദൈവവചനമാണ് കേട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപയുടെ സ്തുതി കർത്താവിനോടുകൂടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ അധ്യായം 1:26-38 വരെ വാക്യങ്ങൾ. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് കൊണ്ട് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവൾ പറഞ്ഞു, മറിയമേ, ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന പേരാണ്. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്റെ അവൻ എന്നേക്കും പഠനം നടത്തും. അവന്റെ അതിഥിന് അവസാനം ഉണ്ടാകുകയില്ല. അറിയുന്നത് ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതതിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കും. ബന്ദി എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമാണ്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് ദൈവ വചനമാണ് നാം കേട്ടത്. പരിശുദ്ധ അമ്മയിലും വിശുദ്ധ മൊഴിയിലും ജാൻസിയുടെ അധ്യക്ഷനും പരാപ്പുഴയുടെ പുരോഗമനമായ പീറ്റർ പാർപ്പിലെ പിതാവെ, ബലിവീതിയിലെ വൈദികരായ ജോസഫ് അമീരച്ച, ബിജുവച്ച, ആൽബിയച്ച, വിന്യച്ച, വികാരിച്ച, പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്ത്യൻസ് മാതാപിതാക്കളെ, തിരുനാളികൾ നടത്തുന്ന പ്രസിദ്ധന്മാരെ, എല്ലാവർക്കും തിരുനാളിന്റെ മംഗളങ്ങൾ ആദ്യമായി തന്നെ നേർന്നുകൊള്ളുകയാണ്. പിതാവ് വളരെ വ്യക്തമായി തന്നെ ആഹോളത്തിൽ വളരെ ലളിതമായി തന്നെ നമ്മൾ ഉദ്ബോധിപ്പിച്ചു. നമ്മൾ ഈ അമ്മയുടെ ഉദ്ഭവത്തെയും അമ്മയുടെ ജീവിതത്തെയും കുറിച്ച് ധ്യാനിക്കാൻ ദൈവം കനി നൽകിയ ഒരു അവസരമാണ് ഈ തിരുനാളെന്ന്.
അതുകൊണ്ട് തന്നെ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് അമ്മമാര് നമ്മൾ ഓരോരുത്തരും അമ്മയുടെ മക്കളാണ്. ഏത് രീതിയിൽ പറഞ്ഞാലും നമ്മളൊക്കെ അമ്മയുടെ മക്കൾ. തീർച്ചയായിട്ടും അച്ഛൻ യാത്രയിലിരിക്കുകയും പിതാവ് യാത്രയിൽ വിലയിരുത്തുകയും നമ്മൾ ഓരോരുത്തരും ഈ ആലയത്തിലായിരിക്കുന്നതെല്ലാം കാരണക്കാരിക്കുരാമയാണ്. ഒരു അമ്മ നമ്മളെ പോറ്റി വളർത്തി, ഒരു അമ്മ നമ്മളെ വിശ്വാസത്തിൽ വളർത്തി. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം ഇങ്ങനെ വിശ്വാസത്തിൽ ജീവിക്കുന്നു. ദൈവത്തിന്റെ കൃപ. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ഉത്ഭവത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും നമ്മുടെ ജീവിതത്തെ ഒരു വിചിന്തനത്തിന് വിധേയമാക്കേണ്ടത് ആവശ്യമെന്ന് പിതാവ് നമ്മളെ സൂചിപ്പിച്ചത്. അതിനാൽ തന്നെ ഏറ്റവും ആനന്ദകരം നിറഞ്ഞ ഒരു തിരുനാളാണ് ഈ അമലോത്ഭവ മാതാവിന്റെ തിരുനാള്. നമ്മൾ ഓരോരുത്തരെയും സാധിച്ചിടത്തോളം പാപ്പ അതുകൊണ്ട് നമ്മളോട് പ്രകാരം ഉദ്ബോധിക്കുന്നത് നമുക്കൊരു അമ്മയുണ്ട്. അത് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ അമ്മയാണ്. അവർ നമ്മുടെ അമ്മയാണ്. നമുക്കൊരു അമ്മയുണ്ട് സ്വർഗത്തില്. അത് ദൈവപുത്രനായ ക്രിസ്തുവിന്റെ അമ്മ. അവർ നമ്മുടെയും അമ്മ. അത് വലിയൊരു വാഗ്ദാനം തന്റെ മക്കൾക്ക് വേണ്ടി പാപ്പ നൽകുകയുണ്ടായി. തീർച്ചയായും പ്രിയമുള്ളവരെ, നമുക്കൊരു അമ്മ സ്വർഗത്തിലുണ്ട്. ഉത്ഭവഭാവമില്ലാത്ത ജനിച്ചൊരു അമ്മ. അതുകൊണ്ടാണ് ഒരു കുഞ്ഞു കുട്ടി കൊച്ചുത്രേസ്യ എന്ന പേര്. അവള് വളരെ ലാളിത്യത്തോടുകൂടി അമ്മയ്ക്ക് നേരെ മുഖം തിരിച്ചുകൊണ്ട് അല്പം അഹങ്കാരത്തോടുകൂടി പ്രകാരം പറഞ്ഞു വെച്ചത്, അല്ലയോ പരിശുദ്ധ അമ്മേ, ഞാൻ നിന്നെക്കാളും എത്രയോ ഭാഗ്യവതി. ഞാൻ നിന്നെക്കാളും ഈ ഭാഗ്യവതി എന്ന് പറയുന്നുണ്ടല്ലോ, പക്ഷെ ഞാൻ നിന്നെക്കാളും എത്രയോ ഭാഗ്യവതി. കാരണം എനിക്ക് ഒരു അമ്മയുണ്ട്. പരിശുദ്ധയായ ഒരു അമ്മ സ്വർഗത്തിൽ നിനക്ക് ലഭിക്കും. എനിക്കൊരു അമ്മ, പരിശുദ്ധയായ ഒരു അമ്മ സ്വർഗത്തിലുണ്ടല്ലോ, നിനക്കതില്ലല്ലോ. തീർച്ചയായും പരിശുദ്ധ അമ്മയ്ക്ക് ഒരു പരിശുദ്ധ അമ്മയില്ല. അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ ആ ഉത്ഭവഭാവമില്ലാതെ വിശുദ്ധി നിറഞ്ഞ ഒരു അമ്മയെ കിട്ടുക പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തരും ഭാഗ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് ഓരോരുത്തരും പ്രത്യേകമായ ദൈവം തനി നൽകിയ ഒരു അമ്മയാണ് പരിശുദ്ധ അമ്മ. ഈ പരിശുദ്ധ അമ്മയെ കൂടാതെ മകനിലേക്ക് ഇറങ്ങുവാനോ ധ്യാനിക്കുവാനോ നമുക്ക് ആവത്തില്ല. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭ ഈ പരിശുദ്ധരെ അമ്മയെ ഉയർത്തി കാണിക്കുന്നതും സർവ്വ വിശുദ്ധർക്ക് മുകളിലായിട്ടുള്ള സ്ഥാനം നൽകി ഉപരിമാറ്റം നൽകി അമ്മയെ നമ്മൾ ധ്യാനിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ അമ്മയുടെ ജീവിതം എന്നും നമുക്ക് തുണയായിരിക്കണം. പക്ഷെ നമുക്ക് ഓർമ്മിച്ച് ഈ അമ്മയുടെ ഉത്ഭവത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കാനാണ്. കുട്ടി ഇപ്രകാരമാണ് അമ്മയോട്, അമ്മയുടെ മടിയിരുന്നുകൊണ്ട് പാൽപ്പുഞ്ചിരിയോടെ അവർ ചോദിക്കുന്നുണ്ട്, അമ്മ ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകും. കൊച്ചുകുട്ടികളുടെ ചോദ്യമാണ്. പലപ്പോഴും ചില ചോദ്യങ്ങൾക്ക് മാതാപിതാക്കൾ ഉത്തരം കൊടുക്കാൻ പറ്റാതെ അത് ചിലപ്പോൾ നീ ഇപ്പോൾ അറിയണം, വലുതാകുമ്പോൾ അറിയും എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് പഴി ഒഴിയുക സാധാരണമാണ്. അതുകൊണ്ട് കുഞ്ഞുണ്ണി മാഷ് പ്രായം പറയുക, കുട്ടി ചോദിക്കുകയാണ്, അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ തെങ്ങില് 50 തേങ്ങ, മാവില് 50 മാങ്ങ, പ്ലാവിൽ 40 പ്ലാങ്ങയെന്ന് പറയുന്നത് കൊച്ചുകുട്ടി ചോദ്യമാണ്. തെങ്ങിൽ 50 തേങ്ങ, മാവിൽ 50 മാങ്ങ, പ്ലാവിൽ 40 പ്ലാങ്ങ എന്ന് പറയുന്നത്. അമ്മ പറയുന്നുണ്ട്, മോളെ മുതിർന്നവരെ ചോദ്യം ചെയ്യരുത്, ഉത്തരം മുട്ടിക്കുക. ഇതേ കണക്കെ ഉത്തരം മുട്ടിയ ഒരു ചോദ്യമായി ഈ ഇളം പൈതല് പാൽപ്പുഞ്ചിരിയോടെ അമ്മയുടെ മുഖത്തോട് ചോദിക്കുന്നുണ്ട്, അമ്മേ ഞാൻ മരിച്ചാൽ സ്വർഗത്തിൽ പോകും. അമ്മ പറയുന്നുണ്ട്, പോകും, സ്വർഗത്തിൽ പോകും. അമ്മ പറയുകയാണ്, പക്ഷേ നല്ല കുട്ടിയായിട്ട് അനുസരണത്തോടെ വളരണം. അതിനർത്ഥം എന്നാൽ നീ സ്വർഗത്തിൽ പോകുള്ളൂ. അനുസരണം കേട്ട് കാണിച്ചാൽ നീ സ്വർഗത്തിൽ പോകില്ലെന്ന് അമ്മയെ പറയാതെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കുട്ടി പറയുന്നത്, ഇല്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പൊ അനുസരണം കേട്ട് കാണിച്ചാൽ, കുരുത്തക്കേട് കാണിച്ചാൽ ഞാൻ സ്വർഗത്തിൽ പോകത്തില്ല. എനിക്കറിയാം സ്വർഗത്തിലേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ അമ്മയുടെ ഒക്കത്ത് ചേർന്നിരിക്കും. അമ്മയുടെ ഒക്കത്ത് ഇരിക്കുന്ന കുഞ്ഞിനെ ഒരിക്കലും ആരും പുറത്തേക്ക് ആകത്തില്ല. കാരണം അമ്മ പ്രവേശിക്കാതെ ഒക്കത്തുള്ള കുഞ്ഞിനും ടിക്കറ്റ് വേണ്ട. നമുക്കറിയാം, ബസ്സിനായാലും എവിടെയായാലും കുഞ്ഞു കുട്ടിയാണെങ്കിലും ടിക്കറ്റ് വേണ്ട. അപ്പൊ അത് പറയുകയാണ്, ഇവരുടെ കുഞ്ഞു കുട്ടിയിൽ നിന്ന് ഞാൻ അമ്മയുടെ ഒക്കത്ത് അള്ളി പിടിച്ചിരിക്കും. അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്ന് എന്നെ പുറത്താക്കുവാനായിട്ട് ആർക്കും സാധിക്കില്ല. എന്നെ കുരുത്തക്കേട് കാണിച്ചാൽ എൻ്റെ അമ്മയുടെ ഒക്കത്താണോ ചേർന്നിരിക്കുന്നത്? തീർച്ചയായിട്ടും
ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുവാണ്. ഈ കുഞ്ഞു ബുദ്ധിയില് ഈ കുഞ്ഞു ബുദ്ധി കുഞ്ഞുമാണൊക്കെ പറഞ്ഞിരിക്കുക. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ ജപമണികൾ ചൊല്ലിക്കൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ഉത്ഭവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധനം ചെയ്തുകൊണ്ട് നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുക അമ്മയുടെ ഒക്കത്താണ്, അമ്മയുടെ ചാരിയാണ്. നമ്മൾ ഓരോ പ്രാർത്ഥനയും ജപമാലകളും അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, ഒരു കുഞ്ഞുകുട്ടി എപ്രകാരമാണോ അമ്മയുടെ മടിത്തട്ടിൽ തുയർന്നിരിക്കുക, അള്ളിപ്പിടിച്ചിരിക്കുക, ഇതേ ഒരു അനുഭവത്തിലാണ് നമ്മളും കടന്നു പോവുക. അതുകൊണ്ട് ഏറ്റവും ശക്തമായ പ്രാർത്ഥന ജപമാലയാകും. ഈ ജപമാല ചൊല്ലുമ്പോൾ അമ്മ നമ്മുടെ ചാരിയുണ്ടെന്നും സ്വർഗം മുഴുവൻ നമ്മുടെ ചാരി എത്തുന്നൊക്കെ മരിയൻ തിയോളജിയില് ശാസ്ത്രത്തില് പറഞ്ഞു പഠിപ്പിക്കുക. നമ്മളെ തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും വിലപ്പെട്ടത് നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്തു കഴിയുക. വചനം പറയുക. നിങ്ങൾ ഒന്ന് മാത്രമേ ചെയ്യേണ്ടൂ. എന്നെ ഓർത്ത് വേദിക്കേണ്ട, എന്നെ ഓർത്ത് സങ്കടപ്പെടേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരഞ്ഞാൽ മതി. ഈ കണ്ണീര് എളുപ്പത്തിൽ സ്വർഗത്തിലെത്തുവാൻ പ്രിയമുള്ളവരെ ദൈവസന്നിധിയില് മനസ്സുക. ഹൃദയം മെഴുകുപോലെ ഒഴുകി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, തകർക്കപ്പെടുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജനനിയിൽ ആശ്രയിച്ച് ആ ദിവസത്തിനോട് അവിടുത്തെ അനുഗ്രഹങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സർവശക്തനായ ദൈവമേ, ഈ പെരുന്നാൾ ദിവസങ്ങളിൽ അങ്ങേ മക്കളുടെ പ്രാർത്ഥനകൾ കരുണയോടെ സ്വീകരിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങളുടെ സഹായത്തിനായി വിശ്രമീയതയാണ് നൽകിയതുപോലെ ആ അമ്മയുടെ മധ്യസ്ഥം വഴി അങ്ങയുടെ പക്കലേക്ക് വരുവാൻ ഞങ്ങളെ സഹായിക്കുകയും എപ്പോഴും ഞങ്ങളെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തുവിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടറിയണമേ. സഹോദരരെ, എന്റെയും നിങ്ങളുടെയും ബലി സർവശക്ത പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പരിശുദ്ധ കന്യകമറിയത്തിൽ ഞങ്ങളോട് ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. രക്ഷാകരമായ ദൈവത്തെ സ്വീകരിക്കണമേ. കന്യകമറിയം അങ്ങയുടെ പ്രസാദകരത്താൽ സർവ്വമാലിന്യങ്ങളിൽ നിന്ന് ഉത്ഭവം മുതൽക്കേ ഒഴിവാക്കപ്പെട്ടുവെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. മറിയത്തിന്റെ മധ്യസ്ഥം വഴി ഞങ്ങളുടെ എല്ലാ പാപങ്ങളിൽ നിന്ന് മോചിക്കുവാൻ കൃപയുണ്ടാകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടി ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുകയും നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുക. ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധ കന്യകാമറിയത്തെ പാപമാലിന്യങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുകയും പ്രസാദകരപൂർണിമ നൽകി അലങ്കരിക്കുകയും ചെയ്തു. അമരോത്ഭവനികൾനാഥന്റെ സന്നിധമായ
മനോഹരവധുവായ തിരുസഭയുടെ പ്രതീകമാകുവാനും അങ്ങ് തിരുവുള്ളമായി. ലോകപാപങ്ങൾ നീക്കുന്ന നിർമ്മല കുഞ്ഞാടായ ദിവ്യസുതരെയും പ്രദാനം ചെയ്ത പരിശുദ്ധരഞ്ജികയെയും പ്രസാദവരത്തിന്റെ മധ്യസ്ഥതയും പുണ്യപരിപൂർണതയുടെ ഉത്തമമാതൃകമായി ഞങ്ങൾ അങ്ങേക്ക് നൽകുകയും ചെയ്തു. ആകയാൽ മാലാഖമാവൃന്ദങ്ങളോടൊത്ത് ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ച് ഞങ്ങളും അവിരാമം ആലപിക്കുന്നു. പിതാവേ, അങ്ങ് പരമപരിശുദ്ധനാകുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടവും അങ്ങ് തന്നെ. ആകയാൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വഴി ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി തീരുമാറാകട്ടെ. ക്രിസ്തുനാഥൻ പീഡാസഹനത്തിന് സ്വയം ഏൽപ്പിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ഭാഗിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ഇത് എന്റെ ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്ത് വീട്ടിൽ കൃതജ്ഞതാ സ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചരുളി, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. ഇത് എന്റെ രക്തമാകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം. നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എന്റെ രക്തം. ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ ഈ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. പിതാവേ, ക്രിസ്തുനാഥന്റെ മരണവും ഉയർവും ഓർത്തുകൊണ്ട് നിത്യജീവൻ നേടുന്ന അപ്പവും നിത്യരക്ഷ നേടുന്ന പാനപാത്രവും ഞങ്ങൾ അംഗീകരിക്കുന്നു. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവ് ഏകീകരിക്കുമാറാകട്ടെ. പിതാവേ, ലോകമെങ്ങും വ്യാപിച്ചു വരുന്ന തിരുസഭയെ ഇതർക്കൻ പാർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ അധ്യക്ഷനായ ഫ്രാൻസിസ് മെത്രാപ്പൊലീത്തയും ഞങ്ങൾക്ക് വേണ്ടി വിലയിരുത്തി പ്രാർത്ഥിക്കുന്ന പീറ്റർ മുത്താനവും എല്ലാ വൈദികരും സന്യസ്തരും അൽമായരും പരസ്പരം സ്നേഹത്തിന്റെ പരിപൂർണതയിൽ എത്തിക്കുന്നത്. ഉയർത്തുമെന്ന പ്രത്യാശയോടെ നിദ്രകൊള്ളുന്നു. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരി സഹോദരന്മാരെയും മരണമടഞ്ഞ സകലരെയും ഓർക്കണം. അങ്ങയുടെ തേജോമയമായ തിരുമുമ്പിൽ രസിക്കുവാൻ അവർ ഭാഗ്യമുണ്ടായി. ഇടയദാസരായ ഞങ്ങളെയും പ്രാർത്ഥിക്കണമേ. ദൈവമാതാവായ മറിയത്തോടും അപ്പോസ്തലഗണത്തോടും ലോകാരംഭം മുതൽ അങ്ങേക്ക്
പ്രിയങ്കരമാംവിധം ജീവിതം നയിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുവാനും ഞങ്ങളെയും അർഹരാക്കണമേ. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായ ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് കർത്താവായ യേശു ക്രിസ്തുവേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങ് തിരുസഭയുടെ വിശ്വാസം ദൃഢം പാർത്ത് അങ്ങയുടെ തിരുവുള്ളത്തിനകത്താണ് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചിരിയാലും എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കാം. ക്രിസ്തുവിന്റെ സമാധാനം. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദൈവകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. സുവിശേഷം പ്രവർത്തനം നടത്തിയ ബഹുമാനപ്പെട്ട അലക്സച്ചൻ, സകല കാർമികരായ
ബഹുമാനപ്പെട്ട ജോൺസൺ പതിയതച്ച, സ്നേഹബഹുമാനപ്പെട്ട ആൽബിനച്ചൻ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, വന്യരായ വൈദികർ, സ്നേഹബഹുമാനപ്പെട്ട പ്രസുദ്ധേതിമാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, വന്യരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, നമ്മുടെ സ്വർഗീയ മധ്യസ്ഥരായ പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെയും വിശുദ്ധാന്തോലിസരെയും നാമത്തിലുള്ള സംയുക്ത ദർശന തിരുനാളിലെ തലേനാളാണ് ഇന്ന്. സ്വർഗവും ഭൗതികം തമ്മിൽ സാധിക്കുന്ന അനുഗ്രഹങ്ങളുടെ പുണ്യനിമിഷങ്ങൾക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുക. ഈ അനുഗ്രഹീതമായ പുണ്യ ദിവസത്തിൽ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി, ആശീർവദിക്കുന്നതിന് വേണ്ടി ദൈവത്തിന് സമൃദ്ധമായ ഒരു ദിവ്യപൂജ അർപ്പിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഇന്ന് അൾത്താരയിലെ മുഖ്യ കാർമ്മികനായിരിക്കുന്നത് അഭിനയ പീറ്റർ പടപ്പള്ളിക്കലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഉത്തർപ്രദേശിലെ ഝാൻസി രൂപതയുടെ മെത്രാനായി അഭിനയ പീറ്റർ പടപ്പള്ളിക്കലാണ് ഇപ്പോൾ തൻ്റെ മഹനീയമായ സേവനം അനുഷ്ഠിക്കുന്നു. ഝാൻസി രൂപതയിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ജോധ്പൂരിലുള്ള വിശുദ്ധ ദേവദാസ് ശ്രീകായുടെ ദേവാലയം. പിതാവിൻ്റെ ബിഷപ്പ് ഹൗസിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. പകൽക്കെടുത്ത് വാത്സല്യത്തോടെ ഒരായിരം നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ പിതാവേ, പരിശുദ്ധ കന്യകമറിയത്തെ ഉത്ഭവ പാപമാലിന്യത്തിൽ നിന്ന് അങ്ങ് സവിശേഷം കാത്തിരിപ്പിച്ചിട്ടുള്ളൂ. ഞങ്ങൾ സ്വീകരിച്ച ഈ ഉദാശ വഴി ഉത്ഭവ പാപത്തിന്റെ നിരന്തര ഫലങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിക്കുവാൻ കഴിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ ശിരസ് നമിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുകയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൈവ മാതൃത്വത്താൽ മാനവ വംശത്തെ കാരുണ്യപൂർവ്വം വീണ്ടെടുക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവാധീശനായ ക്രിസ്തുവിനെ ഗർഭം ധരിക്കുവാൻ ആർദ്രയായ പരിശുദ്ധ കന്യകമ്മയുടെ മാധ്യസ്ഥം എപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. പരിശുദ്ധ കന്യക മാതാവിന്റെ തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്ന നിങ്ങൾ ആത്മീയ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീസിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വന്നു നിലനിൽക്കുമാറാകട്ടെ. സമാപിച്ചു. ആയതിനാൽ ഈ സമയത്ത് വാഹനം നയിക്കാനായിട്ട് പ്രത്യേകിച്ച് ആരെയും അവിടെ പ്രതീക്ഷിക്കുന്നില്ല. ആയതിനാൽ എല്ലാവരും പ്രദക്ഷിണത്തിൽ ഭംഗിയായി പങ്കെടുക്കുക. പ്രാർത്ഥന നിർഭരമായി പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുക. ദേവാലയം ഓർമ്മപ്പെടുത്തുന്നു. നാഷണൽ ഹൈവേ ആയതിനാൽ കൂടുതലായിട്ട് മാത്രം പ്രദക്ഷിണം മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
സ്കൂളിലെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് നിന്റെ അമ്മ താക്കോല അന്വേഷിച്ചിറക്കുണ്ടായി. നിന്റെ അമ്മ താക്കോല അന്വേഷിച്ചിറക്കുണ്ടായി. എന്നാ സ്കൂളിന്റെ മുകളിലേക്ക് വാ. ആ പൊട്ടണ അവിടെ നവൽനാൾ ജപം. ഓ ധന്യനായ വിശുദ്ധ അന്തോണീസേ, നന്മകളുടെ നിറകുടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിനും കഴിവുള്ള അങ്ങേയ്ക്ക് അസാധ്യമായി ഒന്നുമില്ല. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, ദൈവത്തിന്റെ പക്കൽ നിന്ന് ഞങ്ങൾ അങ്ങേ മധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസേ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷം ഉപയോഗിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും ആശീർവദിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങയോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ സ്നേഹബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹവാത്സല്യമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, യുവതി യുവാക്കൾ, ഏറ്റവും വാത്സല്യമുള്ള കുട്ടികളെ, കേരളത്തിൽ വളരെയേറെ അറിയപ്പെടുന്ന ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ
തിരുനാൾ പരിശുദ്ധ മുഴുവൻ്റെയും വിശുദ്ധന്റെയും തിരുനാൾ സംയുക്തമായി ആഘോഷിക്കപ്പെടുന്ന ഈ സുദിനത്തിൽ ഈ പ്രാർത്ഥനാലയത്തിലേക്ക് വിശ്വാസപൂർവ്വം കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഒപ്പം ഈ ദിവ്യബലി അർപ്പിക്കുവാനും ഏറെ സന്തോഷം. തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും ദൈവാനും ഇവിടെ വന്നു ചേർന്നുള്ള നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകിച്ച് ഈ തിരുനാൾ ഏറ്റെടുത്ത് കഴിക്കുന്ന 34 ക്രിസ്ത്യാനിമാരുടെ കുടുംബങ്ങൾ ആത്മാർത്ഥമായി നേരുകയാണ്. ലോകത്തിൽ ഈ ആധുനിക ലോകത്തിൽ വിശ്വാസത്തിന് കുറവ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതുപോലുള്ള പ്രാർത്ഥനാലയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ദൈവത്തിൻ്റെ നിയോഗമായിട്ടാണ് നാം കാണുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ട് സഭ വിട്ടുപോകുന്ന മനുഷ്യരുടെ മുന്നിൽ ഈ പ്രാർത്ഥനാലയം ഇവിടേക്ക് കടന്നു വരുന്ന വിശ്വാസ സമൂഹം വലിയ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. വിശ്വാസത്തിൻ്റെ ആഴമേറിയ അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ് ഈ നിത്യാരാധന കേന്ദ്രത്തിലേക്ക് വിശുദ്ധ അമരനാഥയുടെ മധ്യസ്ഥത്തിൽ പണി ചെയ്യപ്പെട്ട ഈ ദേവാലയം വിശുദ്ധ അന്തോനീസിന്റെ പ്രത്യേകമായ സംരക്ഷണയും മധ്യസ്ഥതയും അനേകായിരങ്ങൾക്ക് ശാന്തിയും സമാധാനവും ദൈവകൃപയും സമർത്ഥമായി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ദർശനമായ ഈ ദിവ്യാത്മാവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ തെറ്റുകളെക്കുറിച്ച് ഓർക്കുകയും അനുദപിക്കുകയും ഏറ്റുപറയുകയും ചെയ്യും. സർവശക്തനായ ദൈവത്തോട് സഹോദരനെയും പറയുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. Thank you.
സമുചിതമായ ഒരു പാർപ്പിടം സജ്ജമാക്കുവാനുള്ളതായിരുന്നു. ആ ദിവസത്തിന്റെ മരണം മുൻകൂട്ടി കണ്ടുകൊണ്ട് പരിശുദ്ധ കന്യകാമറിയത്തെ ഉത്ഭവം മുതൽക്കേ പാപരഹിതയായി അങ്ങ് കാത്തുരക്ഷിച്ചു. അങ്ങയുടെ മധ്യസ്ഥതയാണ് ഞങ്ങളെ നിർമ്മലരാക്കി അങ്ങയുടെ അടുക്കിലേക്ക് നയിക്കുമാറാക്കണമേ. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായി ഐക്യത്തിൽ നിന്നും ദൈവമായി ജീവിച്ചു വാഴും ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേ. ദൈവമായ കർത്താവ് വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ച ആദ്യത്തെ വിളിച്ചു ചോദിച്ചു, നീ എവിടെയാണ്? അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു. ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ്. അവിടുന്ന് ചോദിച്ചു, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നോ? അവൻ പറഞ്ഞു, അങ്ങ് എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു, ഞാനത് തിന്നു. ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു, നീ എന്താണ് ഈ ചെയ്തത്? അവൾ പറഞ്ഞു, സർപ്പം എന്നെ വഞ്ചിച്ചു, ഞാൻ പഴം തിന്നു. ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു, ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും ഇടയിൽ ശപിക്കപ്പെട്ടതായിരിക്കും. നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും, ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. ആദം ഭാര്യയെ ഹവ്വ എന്ന് വിളിച്ചു, കാരണം അവൾ ജീവനുള്ളവരുടെ എല്ലാം മാതാവാണ്. ദൈവവചനമാണ് നാം കേട്ടത്. സഹോദരനെ, സ്വർഗീയമായ എല്ലാ ആത്മീയങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തന്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധനും നിഷ്കളങ്കരമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തു തിരഞ്ഞെടുത്തു. യേശുക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തന്റെ പ്രിയപ്പെട്ടവരിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തന്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. തന്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തന്റെ പദ്ധതി അനുസരിച്ച് അവനെ നമ്മെ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവന്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. ദൈവവചനമാണ് നാം കേട്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവകൃപ നിറഞ്ഞവളേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഹല്ലേലൂയ. ഗലീലയായി നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ
വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടി. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ വിവാദത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസൻ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുന്നിൽ നിന്നും മറഞ്ഞു. ദൈവവചനമാണ് നാം കേട്ടത്. ശ്രേഷ്ഠരായ സഹോദര വൈദികരെ, ബ്രദേഴ്സ്, പ്രസിഡന്റിമാരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, സാധാരണ ജീവിതത്തിൻ്റെ സാധാരണത്വത്തെക്കുറിച്ചാണ് പൊതുവെ ഞാൻ സംസാരിക്കാറ്. ഇന്ന് അത്ഭുതകരമായ അമലോത്ഭവത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന ഈ ദിവസം അസാധാരണത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. സാധാരണ തത്വത്തിനും അപ്പുറത്തേക്ക് നീളുന്ന അത്ഭുത കാഴ്ചകൾ കാണാൻ ധ്യാനിക്കാൻ ഞാൻ ഇന്ന് ഹൃദയപൂർവ്വം ക്ഷണിക്കട്ടെ. കണ്ണുകൾക്ക് ഇപ്പുറമുള്ള കണ്ണുകൊണ്ട് കാഴ്ചയ്ക്കും അപ്പുറമുള്ള കാഴ്ച കാണാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് നിന്ന് ശ്രമിക്കാം. ഈ തിരുനാൾ ദിനത്തിൽ ഏറെ വർഷങ്ങൾക്ക് മുമ്പ് പ്രഭുജിയായി ഒരു ഡിസംബർ 7-ാം തീയതി ദിവ്യപൂജ അർപ്പിക്കുന്ന ഒരു മഹാപണ്ഡിതൻ, പേര് നിങ്ങൾക്കറിയാം, തോമസ് അക്വിനസ്. അദ്ദേഹം ദൈവത്തെക്കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും ഏറ്റവും അധികം ഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ്. ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ എണ്ണിത്തീരില്ല. അങ്ങനെയുള്ള അദ്ദേഹം കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. തിരുവോസ്തി എടുത്തുയർത്തി പെട്ടെന്ന് കൈകളൊന്ന് വിറച്ചു. തിരുവോസ്തിയിലെന്തോ ഭാരം വന്ന് ചേരുന്നത് പോലൊരു തോന്നൽ അടിമുടി വിറങ്ങലിച്ചു പോകുന്നു. മെല്ലെ കാസയിലേക്ക് നോക്കി. അവിടെ വീഞ്ഞ് തിരുരക്തമായി പകർത്തപ്പെടുന്നു. വല്ലാത്തൊരു സന്തോഷത്തോടെ പിന്നെ സങ്കടത്തോടെ അദ്ദേഹം അൾത്താരയോട് ചേർത്ത് ശിരസ് വെച്ച് അങ്ങനെ കിടന്നുപോയി. അതിനുശേഷം ഈ ദർശനം ഉണ്ടായതിനു ശേഷം പിന്നെ ക്രിസ്തുവിനെ കുറിച്ച് ഒരു വരി പോലും എഴുതുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. സ്വന്തം സെക്രട്ടറിയോട് അദ്ദേഹം പറഞ്ഞു, ഇന്നലെ
യേശുവിനെ മുഖാമുഖം കണ്ടു കഴിഞ്ഞപ്പോൾ, ഈശോയെ ദർശിച്ചു കഴിഞ്ഞപ്പോൾ, ഇതുവരെ ഞാൻ യേശുവിനെ കുറിച്ച് എഴുതിയത് ചപ്പും ചവറുമാണെന്നൊരു തോന്നൽ എനിക്ക്. താൻ എഴുതിയ പുസ്തകങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടൊരു കുഞ്ഞിനെ പോലെ കരഞ്ഞ് ഈശോ ഈശോ സ്നേഹം സ്നേഹം എന്ന് മാത്രം അദ്ദേഹം ജീവിതകാലം മുഴുവൻ മന്ത്രിച്ചുകൊണ്ടേയിരുന്നു എന്ന് ചില ചരിത്രകാരന്മാർ കൂട്ടിച്ചേർക്കുന്നു. പ്രിയപ്പെട്ടവരെ, എത്രയോ വർഷങ്ങളായി കുർബാന അർപ്പിക്കുന്നു നമ്മളൊക്കെ. ഇത് ദിവ്യകാരൻ അത്ഭുതം നിറഞ്ഞു നിൽക്കുന്ന ഒരിടം എന്ന് നമ്മൾ പറയുന്നു. ഈ ഇടത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ എപ്പോഴും എത്തിച്ചേരുന്നു. പക്ഷെ എപ്പോഴൊക്കെ ഈശോ ഹൃദയത്തിൽ നിറയുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ചോദിക്കണം. ഈ തിരുനാൾ ദിനത്തെ തിരുനാളാക്കി മാറ്റുന്നത് ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. ഉത്തരേച്ച് പറയുന്നു, എൻ്റെ ഈശോയെ, നിന്നെ ഞാൻ സ്വീകരിക്കുമ്പോൾ പെട്ടെന്ന് ആഴിയിലേക്ക് ഒരു തുള്ളി വെള്ളം വന്ന് വീഴുന്നത് പോലെ നിന്റെ ഹൃദയത്തിലേക്ക് ഞാൻ വന്ന് വീഴുന്നു. പിന്നെ ഞാനും നീയും ഒന്നായി അലിഞ്ഞലിഞ്ഞ് ചേർന്നു പോകുന്നു. പിന്നെ എൻ്റെ ദൈവമേ, ഞാനില്ല, നീ മാത്രം. അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. കർത്താവായ ക്രിസ്തു
സമർപ്പിക്കുന്ന പ്രാർത്ഥനകളുടെ കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങയോടുകൂടെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുവിൻ. ഇതാ ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അനുചിതവും ന്യായവുമത്രേ. സർവ്വേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവ്വശക്തനായ ജഗത്പൂജ്യനേ, ക്രിസ്തുനാഥൻ വഴി എന്നും എന്നേരവും ഭക്തിയോടങ്ങേക്ക് നന്ദി ചൊല്ലാം. ആയനുയുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗത്പിതാവേ. വാനവനോദിയ മംഗളവാർത്തയാം സ്നേഹം പകർന്നു പരമശക്തി അക്ഷയലോകി സമേശ്വരമേശ്വരേ നന്ദിയും നൽകിയ കന്യാമണി കന്യാത്വത്തിന്റെ മഹനീയത്തെ കൊട്ടും ഭംഗം വരാതെ നീ വഹിച്ചു. ഞങ്ങൾ ദിനം വാഴ്ത്തി പുകഴ്ത്തുന്നു തിങ്കളൊഴിവെല്ലാം മംഗളം പാടി ദിവ്യകാലത്തൊടൊന്നിച്ചു അങ്ങ് പരമപരിശുദ്ധനാണ്. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങൾ നിത്യസ്തുതികർഹനാണ്. അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാണ് അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ ശക്തി അങ്ങ് സർവവും ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേക്ക് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ അങ്ങയുടെ തിരുമുൻപിൽ ശേഖരിക്കുന്നതിൽ അങ്ങ് നിരന്തരം വ്യാപൃതനാണ്. പിതാവേ, ഏറ്റവും താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേക്ക് അർപ്പിക്കുവാനാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽക്കാഴ്ചകൾ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് പവിത്രമാക്കേണ്ടത്. ഇവ
അങ്ങയുടെ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കഴിയണം. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണ് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് പിതാവായ അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ഭാവിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചറിഞ്ഞു, എല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കണം. ഇത് എൻ്റെ ശരീരം ആകുന്നു, നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞതാസ്തോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൽപ്പിച്ചറിഞ്ഞു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുകയും ഇത് എൻ്റെ രക്തം ആകുന്നു, നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ രക്തം. നിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി പാപമോചനത്തിനായി ചിന്തുവാനിരിക്കുന്ന എൻ്റെ രക്തം. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുക. വിശ്വാസത്തിൻ്റെ മഹാരഹസ്യം നമുക്ക് പ്രഖ്യാപിക്കാം. പിതാവേ, അങ്ങയുടെ ദിവ്യപുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മരണവും മഹനീയമായ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗ്ഗാരോഹണവും ഓർത്തുകൊണ്ട് അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവദായകവും പരിപാലനവുമായ ഈ ബലി അങ്ങേക്ക് ഞങ്ങൾ അർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ സഭ അർപ്പിക്കുന്ന ഈ യാഗം തൃക്കൺ പാർക്കണമേ. ആത്മബലിയാൽ അങ്ങയെ പ്രസാദിപ്പിച്ച അങ്ങയെ പ്രിയപുത്രനെ ഈ ദിവ്യബലിയിൽ ദർശിച്ചാൽ അങ്ങയുടെ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരാകുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിനാൽ പരിപൂരിതരായി ക്രിസ്തു ഒരേ ശരീരവും ഒരേ ആത്മാവുമായി തീരുമാൻ അനുഗ്രഹിക്കണം. ക്രിസ്തുനാഥൻ ഞങ്ങളുടെ നിത്യമായ കാണിക്കയായി എനിക്ക് സമർപ്പിക്കുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയത്തോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ള അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. ഇവരുടെ മധ്യസ്ഥത വഴി അങ്ങയുടെ സഹായം ഞങ്ങൾക്ക് എപ്പോഴും കൈവരുമെന്ന് പ്രത്യാശിക്കുന്നു. പിതാവേ, താഴ്മയോടെയും അപേക്ഷിക്കുന്നു. അങ്ങയോട് ഞങ്ങൾ രചിച്ച ഈ ബലി സമസ്ത ലോകത്തിനും ശാന്തിയും രക്ഷയും നൽകുവാൻ ഉപകരിക്കുമാറാകട്ടെ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിർത്ത അധ്യക്ഷനും അത് ഞങ്ങൾക്ക് വേണ്ടി ബലികൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഫ്രാൻസിസ് നഗരത്തിൽ മെത്രാപ്പൊലീത്തയും മെത്രാൻ പദവിയിലും വൈദിക പദവിയിലുള്ള എല്ലാവരോടും ക്രിസ്തുനാഥൻ അങ്ങേയ്ക്കായി നേടിയെടുത്ത സകല ജനങ്ങളോടുന്നത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും പ്രവർത്തിക്കുവാൻ തന്നെയാണ്. അങ്ങയുടെ തിരുമുമ്പിൽ നിൽക്കുവാൻ ഭാഗ്യം ലഭിച്ച ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടുകൊള്ളണമേ. കാരുണ്യവാനായ പിതാവേ, ലോകമെങ്ങുമുള്ള
അങ്ങയുടെ എല്ലാ മക്കളെയും സംയോജിപ്പിക്കണം. മരണം മൂലം വേർപെട്ട ഞങ്ങളുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും ഉന്നതരാളികളെയും മാതാപിതാക്കളെയും അങ്ങേക്ക് പ്രിയകരമായി ജീവിച്ച് ഈ ലോകത്തോട് വിടവാങ്ങിയ എല്ലാവരെയും അങ്ങയുടെ രാജ്യത്തിൽ ദയാപൂർവം സ്വീകരിക്കണമേ. സകലഗ്രഹങ്ങളുടെയും ദർശനായ യേശു ക്രിസ്തു വഴി എല്ലാവരും അവിടെ ഒരുമിച്ചുകൂടി അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങൾക്ക് നിറത്തിയടയും എന്ന പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ദൈവമേ, സർവശക്തനായ പിതാവേ, അങ്ങേക്ക് ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ മഹിമയും ആരാധനയും നമ്മുടെ കർത്താവ് കൽപ്പിച്ചത് പഠിപ്പിച്ചതനുസരിച്ച് പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിക്കണമേ. ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനങ്ങളുടെ പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ഞങ്ങളെ എപ്പോഴും കരുണാപൂർവ്വം കാത്തുകൊള്ളണം. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അന്ത്യനാളുമായി സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് കർത്താവായ യേശു ക്രിസ്തുവേ അപ്പോസ്തലന്മാരെ വിളിച്ചിരുന്നു. ഞങ്ങളുടെ പാപങ്ങൾ പരിഗണിക്കാതെ അങ്ങേ തിരുസഭയുടെ വിശ്വാസത്തെ കണ്ടാൽ അങ്ങയുടെ തിരുവുള്ളതിന് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചറിയാൻ എന്നും ജീവിച്ചു വാഴുന്നവർ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുടേണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ദിവ്യകുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അങ്ങയുടെ വിഗ്രഹങ്ങളും യോഗ്യതയും Thank you.
നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ പിതാവേ, പരിശുദ്ധ കന്യകാമറിയത്തെ ഉത്ഭവമാലിന്യത്തിൽ നിന്ന് അങ്ങ് സവിശേഷം കാത്തുരക്ഷിച്ചുവല്ലോ. ഞങ്ങൾ സ്വീകരിച്ച ഈ ദിവ്യപ്രകാശ വഴി ഉത്ഭവപാപത്തിന്റെ ദുരന്ത ഫലങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിക്കുവാനും കഴിയണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകളുടെ നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവാധീശനായ ക്രിസ്തുവിനെ ധരിക്കുവാനായ പരിശുദ്ധ കന്യകയുടെ മാധ്യസ്ഥത എപ്പോഴും എല്ലായിടത്തും നിങ്ങൾക്ക് അനുഭവപ്പെടുമാറാകട്ടെ. കന്യകാമാതാവിന്റെ തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്ന നിങ്ങൾ ആത്മീയാനന്ദവും സ്വർഗീയദാനങ്ങളും സംപ്രാപിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരന്റെ അനുഗ്രഹം നിങ്ങളിൽ പകർന്ന് എന്നും നിലനിൽക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു.